ഈ ഒരു വണ്ടി ക്രാഷ് ആയിട്ട് നക്കിൾ ഗാർഡ് പൊട്ടി. ഓട്ടോലോഗിന്റെ കഫേ കിറ്റ് കയറ്റി 100-350 കണ്ടോ, ഏതാ ലുക്ക്. വെൽക്കം ടു ഡേ 11 ഓഫ് കേരള ടു ലഡാക്ക് സോളോ റൈഡ്. ഇതാണ് ഇന്നലെ മണാലിയിൽ സ്റ്റേ ചെയ്ത റൂം. ഇതുവരെ നിന്നതിൽ വെച്ച് ഏറ്റവും അടിപൊളിയും കംഫർട്ടബിൾ ആയിട്ടുള്ള റൂമാണ്. ഇതാണ് പുറത്തേക്കുള്ള വ്യൂ. ചെക്ക്ഔട്ട് ടൈം ആവുന്നവരെ ആ റൂമിൽ തന്നെ ഇരുന്ന് ടൈം സ്പെൻഡ് ചെയ്തു. എന്നിട്ട് മെല്ലെ എല്ലാ സാധനങ്ങളൊക്കെ പാക്ക് ചെയ്ത് വെച്ച് റെഡി ആയിട്ട് പുറത്തേക്ക് ഇറങ്ങി. ഒരു WD-40 ചെറിയ സ്പ്രേ കയ്യിൽ വെക്കുന്നത് ഏറ്റവും നല്ലതായിരിക്കും, കാരണം എനിക്ക് വളരെ യൂസ്ഫുൾ ആയി. പിന്നെ അവിടെ നിന്ന് ഒരു ചായയും കുടിച്ച് റൂം ചെക്ക്ഔട്ട് ചെയ്ത് വേഗം വണ്ടി എടുത്ത് ഇറങ്ങി. അടൽ ടണൽ വീണ്ടും ക്രോസ് ചെയ്തു. ലാസ്റ്റ് പെട്രോൾ പമ്പിൽ നിന്ന് ഫുള്ള് പെട്രോളും അടിച്ചു. എക്സ്ട്രാ പെട്രോളിന് വേണ്ടിയിട്ട് ജെറിക്കാനൊന്നും ഞാൻ എടുത്തിട്ടില്ലായിരുന്നു, പക്ഷേ എടുക്കുന്നതാണ് നല്ലത്. ക്ലൈമറ്റ് വലിയ കുഴപ്പമില്ലാത്തതുകൊണ്ട് റെയിൻകോട്ട് ഊരി വെച്ചു. മണാലി ടു ലേയിലേക്ക് നല്ല റോഡാണ്, സ്മൂത്ത് ആയിട്ട് പോവാം. അങ്ങനെ ചായ കുടിക്കാൻ വീണ്ടും ഒരു സ്ഥലത്ത് നിർത്തി. ഈ ഒരു വണ്ടി എന്റെ മുന്നിൽ നിന്ന് ക്രാഷ് ആയി. സംഭവം നമ്മുടെ CB200X കണ്ടപ്പോൾ അത് നോക്കി വന്നതാണ്. സംഭവം ബ്രേക്ക് പിടിച്ച സമയത്ത് ഹാൻഡിൽ ഒരു സൈഡിലേക്ക് ലോക്കായി പോയതാണ്. ഓവർലോഡ് ആയതുകൊണ്ട് പിടിച്ചു നിർത്താൻ നിന്നില്ല, സൈഡിലേക്ക് വിട്ട് ചാടി എസ്കേപ്പ് ആയി. ഇത് സാധാരണ അപ്പാച്ചിന്റെ സൈഡിലുള്ള പാട്ടല്ല, ഓട്ടോലോഗിന്റെ കസ്റ്റം കിറ്റ് ആണ്. ഇവരെ കൂടെയുള്ള ഒരു 100-350 കഫേ കിറ്റ് കിട്ടിയത് കണ്ടു. ഓട്ടോലോഗിന്റെ തന്നെ നല്ല അടിപൊളിയായിട്ടുണ്ട്. ഇവരെ ലേറ്റ് മണാലിയിലേക്ക് റിട്ടേൺ പോകായിരുന്നു. അതുകൊണ്ട് എന്നോട് മുകളിലേക്ക് പോകുന്നത് നല്ല തണുപ്പാണ്, റെയിൻകോട്ട് എന്തായാലും വേറെ ചെയ്തോളാൻ പറഞ്ഞു. ഓൾട്ടിറ്റ്യൂഡ് അത്യാവശ്യം കൂടാൻ തുടങ്ങി. നല്ല ഡീഹൈഡ്രേറ്റഡ് ആവുന്നുണ്ട്. വെള്ളം കുടിച്ച് അങ്ങനെ പോവാണ്. മനുഷ്യനൊന്ന് സമാധാനമായിട്ട് മൂത്രമൊഴിക്കാനും സമ്മതിക്കില്ലേ. ഇപ്പൊ ഏകദേശം നല്ല ടോപ്പിലെത്താനായിട്ടുണ്ട്. നല്ല രീതിയിൽ തണുപ്പ് ഫീൽ ചെയ്യുന്നുണ്ട്. ഏതോ പാസ്സൊക്കെ ക്രോസ് ചെയ്ത് പോകുന്നുണ്ട്, പക്ഷെ ഇപ്പൊ നോക്കാൻ ടൈമില്ല, കാരണം ഇനിയും ലേറ്റ് ആയിട്ടുണ്ടെങ്കിൽ ഞാൻ രാത്രിയാവും ലേയിലെത്താൻ. വേറെ വണ്ടികളൊന്നുമില്ല, ഞാൻ ഒറ്റയ്ക്ക് അങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇപ്പൊ ഏകദേശം ക്ലൈമറ്റ് ഒക്കെ ക്ലിയർ ആയിട്ടുണ്ട്. അങ്ങനെ ഒരു ചെക്ക് പോസ്റ്റിലെത്തി. ഇവിടെ നമ്മുടെ ഡീറ്റെയിൽസ് ഒക്കെ കൊടുത്തതിന് ശേഷം വേഗം വണ്ടി എടുത്ത് വിട്ടു. ഇങ്ങനെയുള്ള സ്ഥലത്തേക്കൊക്കെ വരുന്ന സമയത്ത് അഡ്വഞ്ചർ വണ്ടിയാണ് നല്ലത്. പക്ഷേ ആക്സസും ഓൾട്ടോയും ഒക്കെ ആയിട്ട് ഞാൻ ഇതുവരെ വന്ന വഴിയിലൂടെ ഒക്കെ ആൾക്കാർ വരുന്നുണ്ട്. അതിനനുസരിച്ചിട്ടുള്ള എഫേർട്ട് നമ്മൾ ഇടണമെന്നേ ഉള്ളൂ. അങ്ങനെ നമ്മൾ ഗാട്ട ലൂപ്സിന്റെ അവിടെ എത്താനായി. നേരെയുള്ള വഴി ഉണ്ടായിട്ടും ബോറടിച്ചപ്പോൾ ഞാൻ ഓഫ് റോഡ് പോലെയുള്ള ഷോർട്ട് കട്ട് വഴികൾ എടുത്തെടുത്തിട്ടാണ് പോകുന്നത്. അങ്ങനെ ഏതൊക്കെയോ പാസുകൾ പിന്നെയും ക്രോസ് ചെയ്തു. വെള്ളം കുടിക്കാൻ വേണ്ടി വീണ്ടും നിർത്തി. പിന്നെ നല്ല സ്മൂത്ത് ആൻഡ് കാലി റോഡായിരുന്നു. ഫുൾ ത്രോട്ടിൽ പിടിച്ചു. കുറച്ചങ്ങോട്ട് കഴിഞ്ഞപ്പോൾ നല്ല രീതിയിൽ കാറ്റടിക്കാൻ തുടങ്ങി. വണ്ടി നല്ല രീതിയിൽ പാളുന്നുണ്ട്. അതുകൊണ്ട് സ്പീഡ് കുറച്ചു. പിന്നെ കാറ്റിന്റെ കൂടെ നല്ല മഴയും വന്നു. കാറ്റും മഴയും പോയപ്പോൾ നല്ല തണുപ്പായി തുടങ്ങി. ഇന്നെങ്ങനെങ്കിലും ലേ പിടിക്കണം എന്നുള്ള മൈൻഡ് സെറ്റിൽ ഇങ്ങനെ പോവാണ്. ഇപ്പൊ ഏകദേശം ഇരുടാവാനായി. രാത്രി റൈഡ് ചെയ്യണ്ടെന്ന് വിചാരിച്ചാലും ചില സിറ്റുവേഷനിൽ ഇതുപോലെ റൈഡ് ചെയ്യേണ്ടി വരും. അപ്പൊ ഫോഗ് ലൈറ്റിന്റെ ഇമ്പോർട്ടൻസ് എന്താണെന്നുള്ളത് മനസ്സിലാകും, കാരണം അതില്ലാതെ ഒന്നും കാണൂല മര്യാദയ്ക്ക്. അങ്ങനെ കരു എന്ന് പറഞ്ഞ സ്ഥലത്തെത്തി. അവിടുന്ന് നമ്മൾ സിമ്മൊക്കെ എടുത്ത് ലേയിലേക്ക് പോവാണ്. ഇപ്പോൾ അങ്ങനെ ലേ സിറ്റിയിലെത്തി. ഇങ്ങനെയൊക്കെ ഒരു റൂമൊക്കെ ഒപ്പിച്ച് കണ്ടുപിടിച്ച് അവിടെ സ്റ്റേ ചെയ്യുന്നത്. നല്ല പൊട്ട റൂമായിരുന്നു.